സംകാശം കശ്യപേയം മഹാദ്വിതിം തമ്മോരിം സർവപാപാത്മം പ്രണതോസ്മിൻ ദിവാകരം. കശ്യപനും പത്നി അതിഥി ദേവിക്കും പുത്രനായി പിറന്നോരോമൽ സൂര്യൻ നവഗ്രഹമധ്യേ ജ്വലിക്കും പ്രഭയായി നിത്യസത്യമായി സർവാധിപതിയായി. കാതലായി സർവാംഗ സാക്ഷിയായി കിരണമായി ഉണരുന്നു പുലരിയിൽ രുതിരവർണ്ണനാണ് സന്ധ്യയിൽ. പുലരിയിൽ ബാലനായി അശ്വരഥത്തിൽ വരും ഉച്ചയ്ക്ക് കത്തിജ്വലിക്കും കൗമാരമായി അംശുദായകൻ അരുണൻ താപനാഥൻ ആരും കൊതിക്കും മരവിന്ദൻ ഒടുവിൽ. ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗംഭീരം. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോ തലസ്ഥാനത്തിന്റെ പേര് കലസ്ഥാനം എന്നായി മാറിയിട്ട് ഇന്ന് ദിവസം 4 ഇനി ഒരൊറ്റ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ കണ്ടാൽ അറിയാം, ഈ മൈതാനമാകെ ഒരു പുരുഷാരം നൂറുകണക്കിന് ആളുകൾ കലാപ്രേമികൾ ഇതിന്റെ ഈ കലയുടെ വൈബ് അറിയാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് 1 മണിക്കൂർ നമ്മൾ ഇവിടെ നിൽക്കുകയാണ്, ഇവരോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അടിക്കടി പട്ടപെടാതെ പുതിയ കലാരൂപങ്ങൾ മുന്നോട്ടേക്ക് വരികയാണ്. ഏത് സ്കൂളാ? ഞങ്ങൾ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ വഴുതക്കാട്, തിരുവനന്തപുരം. ഇതിന്റെ ഇവന്റ് കഴിഞ്ഞല്ലേ? ഞങ്ങൾ 3ാമത് കളിച്ചു. എ ഗ്രേഡ്? എ ഗ്രേഡ് ഉറപ്പാണ്. എ ഗ്രേഡ് ഉറപ്പല്ലേ? അപ്പോൾ സംഘനൃത്തം കളിക്കുക നമ്മുടെ പ്രിയപ്പെട്ട മിടുക്കികൾ. അങ്ങനെ സംഘനൃത്തം, അങ്ങനെ എത്ര കലാരൂപങ്ങളുടെ 4 ദിവസങ്ങൾ പൂർത്തിയാവുകയാണ്. കണ്ണൂരും തൃശ്ശൂരും തമ്മിൽ പോരാട്ടം ഇഞ്ചോടിഞ്ച് കട്ടക്ക് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊന്നും പറയാൻ ആയിട്ടില്ല. ഓരോ മിനിറ്റിലും ഈ പോയിന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ കലാരൂപങ്ങൾ ഇതിലേക്ക് വരികയാണ്. ഹായ് ചേട്ടാ, എവിടുന്നാ? അത് കാണാൻ വേണ്ടി ഇറങ്ങിയ പേരെന്തുവാ? പാട്ട് പാടൂലേ? പേടിച്ചു തോന്നുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇവിടെ സംഘം നമ്മൾ രാവിലെ മുതൽ നിൽക്കുമ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ കടുത്ത ചൂട്, കടുത്ത വെയിലൊക്കെയാണെന്ന് പറയുമ്പോൾ പോലും ആ കടുത്ത വെയിലോ ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ ആവേശത്തെ ബാധിക്കുന്നതേ ഇല്ല. അങ്ങനെ ആവേശം കൊണ്ടുകയറുകയാണ്. ഏറ്റവും ഒടുവിൽ തൃശ്ശൂരും കോഴിക്കോടും തമ്മിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആരാണ്? തൃശ്ശൂരും കണ്ണൂരും കോഴിക്കോടും ഏതാണ്ട് ഏതാണ്ട് ഇഞ്ചോടിഞ്ച് തന്നെ മുന്നോട്ടേക്ക് നിൽക്കുകയാണ്. അടുത്ത പെർഫോമൻസിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത പെർഫോമൻസ് നാടൻപാട്ടാണല്ലേ? നാടൻപാട്ട്. ഏത് സ്കൂളാ? മാർത്തോമ. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞങ്ങളൊരു ആദിവാസി പാട്ടാണ്, ദോട്ടിയാട്ടപ്പാട്ട് എന്ന് പറയും. അതാണ് ഞങ്ങളിപ്പോ അവതരിക്കാൻ പോണത്. അപ്പൊ തുടങ്ങും. ഓക്കെ. രാജമല്ലികേ
അതായത് ഇപ്പോൾ എത്ര ആൾ പഠിച്ചിട്ടുണ്ട്? ഞങ്ങള് കുറച്ച് നാളെ ഒരു 5-6 വയസ്സുണ്ടാവും. ഈ പാട്ടിന്റെ ഒരു പശ്ചാത്തലം എന്താ? ഇത് കാട്ടുനായ സമുദായത്തിലെ തിരണ്ട് കല്യാണത്തോടനുബന്ധിച്ചായി പാടി വരുന്ന പാട്ടാണ്. പാട്ടിന്റെ ചരിത്രമൊക്കെ അറിയാം? ആ, എല്ലാ പാട്ടും പഠിക്കുന്ന ചരിത്രമൊക്കെ അറിഞ്ഞിട്ടാണ് പഠിക്കുന്നത്? ആ, പഠിക്കുന്നതൊക്കെ പ്രേക്ഷകർ പറഞ്ഞു നിങ്ങളെ കൊണ്ട് ഒരു നാടൻ പാട്ട് പഠിക്കാൻ ഉണ്ടോ? കയ്യിലുണ്ടോ? സ്റ്റോക്കുണ്ടോ? പാടൂ. എത്ര പാട്ട് വേണമെങ്കിലും സ്റ്റോക്കുണ്ട്. ഏതാ? ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാണ്ട പാടുന്നേ ഇതല്ല. നാട്ടു കല്യാണത്തിന് നാടൊരുങ്ങിടുന്നേ വെള്ളിത്രിപ്പിടാവോ തീർപ്പിച്ചും വച്ചമ്മ ആദക്കു വാഴുന്നോരോ ജോണകണ്ടെണ്ണ വന്നു വടക്കു വാഴുന്നോരോ വള്ളുവളങ്കുലയോ ചെണ്ട കൊട്ടുന്നോരോ ചേരാരിമാരെ മദ്ദളടിക്കുന്ന മാരാരിമാരെ ആദിത്യൻ ജനിച്ചോരോ വന്നു ചേരുന്നീതേ അരിയളന്നു പോയിതേ പുറപ്പെടായേ മുറ്റത്തെ മുല്ലക്കല്ലേ ഇറങ്ങി നിന്നോളിന്ന് മുല്ലകളരിയേ മൂന്നുകലാക്കം വെച്ചു. സ്കൂളാ? മാർത്തോമ GHSS തൃശ്ശൂർ. അപ്പൊ നിങ്ങൾ എത്ര വർഷമായിട്ട് നാടൻ പാട്ടൊക്കെ പോകുന്നുണ്ട്? ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റ് വന്നതാണ്. എ ഗ്രേഡും. അതെ. ഗംഭീരം. അപ്പൊ കൺഗ്രാസ്. അപ്പൊ അടുത്ത കൊല്ലം എ ഗ്രേഡ് ആവട്ടെ. പ്ലസ് ഞങ്ങൾ ലാസ്റ്റ് ഇയർ ആണ്. കോളേജിൽ എ ഗ്രേഡ്. അതെ. ഇവിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി. ഇഷ്ടപ്പെട്ടോ? അടിപൊളി. വല്ല കലോത്സവത്തിന് വല്ല പാട്ടോ എന്തെങ്കിലും ഉണ്ടോ? അല്ല, കലോത്സവം എന്ന് പറഞ്ഞാൽ മൊത്തം നമ്മളായിട്ട് ഈ കലോത്സവത്തിന് കൊലോത്സവം ആക്കരുത്. അതുകൊണ്ട് പഠിക്കുന്ന കാലത്ത് കലോത്സവത്തിലൊക്കെ ഉണ്ടാവും. പഠിക്കുന്ന കാലത്ത് നാടകം, പിന്നെ പാട്ട്, പിന്നെ പ്രസംഗം ഒക്കെ ചെറിയ തോതിലൊക്കെ ഉണ്ടായിരുന്നു. പാട്ടെന്ന് പറഞ്ഞാൽ രണ്ടുപേരും പാടാൻ പറയും. പാട്ടെന്ന് പറഞ്ഞാൽ രണ്ടുപേരും നിർബന്ധമാണോ? പിന്നെ അല്ല പാടമുണ്ട്. അതിപ്പോ നാടൻ പാട്ടായതുകൊണ്ട് നാടൻ പാട്ട് തന്നെ. പക്ഷെ നാടൻ പാട്ട് എപ്പോഴും പാടുമ്പോ എനിക്കൊരു തണ്ടി വേണം. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തള്ളി അരമണിക്കിങ്ങിണി എക്കിളി പാടി ഇമകളെന്തു ഭംഗി അവളിലെ കവിളിലെന്തു കാന്തി അതരമാന്ത്രമധുരം നുകരാൻ ഭാഗ്യമേകുഭവതി ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ മെല്ലെ മോഹമില്ല കരളേ. ആണോ? മൊത്തത്തിൽ നല്ല ഗംഭീരമാണ്. രാവിലെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നല്ല വെയിലാണെങ്കിലും അത് ഒരു കലാനിലാവ് പോലെ തോന്നുള്ളൂ. നല്ലൊരു വൈബാണ്. മൊത്തം രസമുണ്ട്. കലാസ്ഥാനം എന്നുള്ള നിങ്ങളുടെ പേര്? കലാസ്ഥാനം. കലാസ്ഥാനം. ആ പേര് വളരെ മികച്ചൊരു പേരായിരുന്നു. ആരിട്ടതാണെങ്കിലും മികച്ച പേരായിരുന്നു. അപ്പൊ എന്തായാലും മാസ് ഡയലോഗുകൾക്ക് ഇവിടെ പ്രസക്തിയില്ല. താങ്കൾ കലാ അവസരങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നോ? നമ്മൾ പ്രസംഗം നാടകമൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. ഏതുവരെ മത്സരിച്ചു? ഞാൻ ജില്ല വരെ പോയിട്ടുണ്ട്. ഏതായിരുന്നു നാടകം? ഞാൻ ചോദിക്കാൻ നാടകം കോമാളികൾ. അമൽ, വിമൽ, കമൽ, നിർമ്മൽ, ഇന്ദ്രജിത്ത്. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ. മാറിക്കേറി ഇറങ്ങിപ്പോകും ഭരണക്കാർക്കൊന്നും ഞങ്ങൾ കോമാളികൾ, വെറും പരിഹാസ പാത്രങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഈ ഡയലോഗുകളൊക്കെയാണ് നമ്മുടെ മാസായിട്ട് വരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഇവിടെ നാടൻ പാട്ടുകൾ ഒന്നിന് പിന്നെ ഒന്നാല് പേരാണ്. ഇവിടെ വേറൊരു ടീം. പോവാലേ? ഏതാ സ്കൂൾ? ഏതാ സെന്റ് മേരീസ് പൈ. ഇതിനേതാ ഐറ്റം? ഏതാ ഇത്? വിഷ്ണുമായ ഐറ്റം. ഓക്കെ, അപ്പോൾ തുടങ്ങുമല്ലേ? അപ്പോൾ റെഡി 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിയോ? കലിങ്ങിതിൽ
ഉണർവിടും ഒരു മനതാരിൽ വരതവും അഭയവുമായി വരുമായ രൂപം പൂവടി മണിയൊലി താളമഴകിൽ ജന ജന ദിനി ദിനി ശിവസ്വരൂപം ജാതദേവനി ഹരിസ്വരൂപം ചാരു ചേരുവി ഭൂരിഭാഗസുത ശരണം ജയ ജയ വിഷ്ണുമായ ഹരിഹര നമോ നമ. കറുകറുത്ത നിറമഴകിൽ ചേരും ഒരു മഹിഷമേറും ഒരു ദേവം പെരുങ്ങോട്ടുകരകിലും മാവണങ്ങാട്ടും ഉണ്ണിയായ അമരൻ രൂപം കാലഭയഹരണ നീല കണ്ഠസുത മാനവർക്കു തുടങ്ങിയേ പാശധാരണം കേശവപ്രിയം ശംഭു സംഭൂത ദേവ. ചന്ദന മലരും അഴകിൽ അകിൽ പുകയും നിൻ കനകം കോവിൽ അകിലമരും അരസുതമായവനേ മായാകി മായാചാരി മാലുകൾ നീക്കണമേ കൂട്ടായി കൂടെ എന്നും ചേർന്നു നടക്കണമേ പൊന്നുണ്ണിയന്മായേ കണ്ണായി കാക്കണമേ പരമായി ഗുരുവായി ഗുണമായി ചേരണമേ. നേരത്തെ കഴിഞ്ഞായിരുന്നോ? സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതിന് മത്സരം കഴിഞ്ഞാണോ? എ കിട്ടി? എ ഗ്രേഡ് ഇല്ല, റിസൾട്ട് വരണത്ര. ഏതാ സ്കൂൾ? ഏതാ? സെന്റ് മേരീസ് ഹൈസ്കൂൾ ഫോർ ഗേൾസ് പയ്യന്നൂർ. പ്ലസ് 1 പ്ലസ് 2 സ്കൂൾ 10th. അപ്പൊ സമയമുണ്ട്. അപ്പൊ അടുത്ത വർഷം സമയമുണ്ട്. അടുത്ത 2 വർഷം സമയമുണ്ട്. ബാക്കി നമ്മളെ സ്കൂളിൽ 10th വരെ ഉള്ളൂ, ഹൈസ്കൂൾ വരെ ഉള്ളൂ. സ്കൂളിൽ പോകുമ്പോഴാവാലോ. പക്ഷെ ഒരു ടീമായിട്ട് കിട്ടൂലല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു സ്കൂളിൽ പോയാൽ മതി. പറ്റുമോ? പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കുമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യും. കഴിഞ്ഞ വർഷം സെയിം ടീം വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റില്. സെയിം ടീം 7 ആളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനടുത്തുള്ള സ്കൂളിൽ എല്ലാവരും ഒരുമിച്ച് ജോയിൻ ചെയ്യണം അല്ലേ? പിന്നല്ല കൺഗ്രാറ്റ്സ്. അപ്പൊ അഭിനന്ദനങ്ങൾ. അപ്പൊ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഓക്കെ ഓക്കെ, ഗംഭീരം. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പലതരത്തിലുള്ള തബല പലതരത്തിലുള്ള നമ്മൾ ഇതുവരെ കേൾക്കാത്ത കലാരൂപങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുകയാണ്. ഒരുപാട് നമ്മൾ കേൾക്കുകയാണ്. കാണാത്ത കലാരൂപങ്ങൾ കാണുകയാണ്. നമുക്കിത് മൊത്തത്തിൽ എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു വൈബുണ്ട്, ഇതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ. ആ ഫീൽ നമുക്കൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ദൃഷ്ടാന്തമാണ്, അതിൻ്റെ സാക്ഷ്യമാണ് ഈ മൈതാനമാകെ നിറഞ്ഞു കിടക്കുന്ന ആ 100 കണക്കിനായിട്ടുള്ള കലാപ്രേമികൾ. ഇങ്ങോട്ടേക്ക് ആളുകൾ ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ കാണാൻ പോകുന്നത് ഒരു തബല പെർഫോമൻസ്, ഒരു കിടിലൻ തബല പെർഫോമൻസിലേക്ക്. ഓക്കെ, താങ്ക് യു മോനെ. പേരെന്താ? പേര് ചേട്ടാ പേരെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വാ. എന്താ പേരെന്താ? ഗണേഷ് കാർത്തിക്. സ്കൂളാ? AMHS തിരുമല. എത്ര വർഷമായിട്ട് പഠിക്കുക? ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് വായിച്ചു തുടങ്ങുമായിരുന്നു. ഇഷ്ടോ? അതെ. അപ്പൊ ഇനി ഗംഭീരമാവട്ടെ, ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ.
പൊളിക്കങ്ങോട്ട് ഓക്കെ മോനെ. താങ്ക് യു താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ പ്രതിഭകൾ കൊണ്ട് നിറഞ്ഞു, നമ്മൾ നേരത്തെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇത്രയധികം ഒരു തലമുറയിലെ എല്ലാ സർഗശേഷിയും ഒരിടത്ത് സംഗമിക്കുന്ന ഇത്ര വലിയൊരു മേള ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. എന്തായാലും ഏഷ്യയിൽ എന്തായാലും ഇല്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണ്. ഇവിടെ ഒരുപാട് പേർ കാണാനും ഒക്കെ വന്നിരിക്കുക. ചേട്ടാ പേരെന്താ? ജോസ്. പാട്ട് കാണുക, നൃത്തം കാണുക, അതോ എല്ലാം കാണാറുണ്ട്. മത്സരത്തിലൊന്നുമില്ല ഉണ്ടോ? ഇല്ല, മത്സരത്തിൽ കാണാൻ വേണ്ടി ഇറങ്ങിയ പിന്നല്ല കാണാൻ വേണ്ടി ഇറങ്ങിയ. ഇതാ ഇവിടെ. നമസ്കാരം. ചേട്ടൻ്റെ പേര്? പട്ടം സനിത്ത്, ചലച്ചിത്ര പിന്നണി ഗായകനാണ്. ഓക്കെ. പിന്നെ ചേട്ടന് ബാങ്ക് മാനേജറുമാണ്. ബാങ്ക് മാനേജറുമാണ്. പഴയ കലാപ്രതിഭയാണോ? കലാപ്രതിഭയല്ല, പഴയ സംസ്ഥാന യുവജനോത്സവത്തിന് 1ാം സ്ഥാനമാണ്. ഏതായിരുന്നു ഇവന്റ്? ഏതായിരുന്നു? ഈ പാട്ട് തന്നെയാണ്. ഒരു പാട്ടങ്ങ് രണ്ടുപേരും പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ മുരളി, കൊണ്ടുപോകരുതേ. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ മുരളി, കൊണ്ടുപോകരുതേ. ഗംഭീരം. അപ്പം ഇതുപോലുള്ള പഴയകാല പ്രതിഭകളൊക്കെ വരുന്ന ഒരു സമ്മേളന വേദി ആകുന്നുണ്ട് ഇവിടം. എന്ന് പറഞ്ഞാൽ കലാപ്രേമികളുടെ ഒരു സംസ്ഥാന സമ്മേളനം എന്ന് വേണമെങ്കിൽ പറയാം. സംസ്ഥാന സ്കൂൾ കലോത്സവം വളരെ പ്രൗഢമായി ഗംഭീരം മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവുകൾ പകലാകുന്ന കലാദിവസങ്ങൾ തിരുവനന്തപുരം അതിൽ ജീവിക്കുകയാണ്. നമ്മൾ ചുമ്മാ പറയുന്നതല്ല, വെറുതെ പറയുന്നതല്ല. പൂഴി വാഴിയിട്ടാൽ താഴെ വീഴില്ല. അമ്മാതിരി ജനത്തിരക്കാണ്, അമ്മാതിരി ആൾക്കൂട്ടം അല്ലെങ്കിൽ കലാപ്രേമികൾ ഇങ്ങോട്ടൊക്കെ ഒഴുകിയെത്തിയിരിക്കുകയാണ് നമ്മുടെ യുവ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാൻ. ഏറ്റവും കൂടുതൽ വരുന്ന പോയിന്റ് നില തൃശ്ശൂർ 925 പോയിന്റുമായി 1ാം സ്ഥാനത്തുണ്ട്, 23 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. പാലക്കാട് 921 പോയിന്റുമായി 3ാം സ്ഥാനത്താണ്. 925 തൃശ്ശൂർ, 923 കണ്ണൂർ. എന്തും സംഭവിക്കാം. കട്ട ഇഞ്ചോടിഞ്ചാണ് പോരാട്ടം. പേരെന്തുവാ? പാട്ടൊക്കെ പാടൂ. എന്നാ പാടം കൊണ്ട് ഒന്നും പാടൂ. എന്താ സാധനം? ചെണ്ട കൊട്ടു. പിന്നെ ചെണ്ട കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങൾ ഏത് ഇവന്റ് ആയിരുന്നു? നാടൻ പാട്ട്. ഓക്കെ, വരാം. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരുപാട് പേര് ഇവിടെ ഒരു മോണോ ആക്ടുകാരൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. എവിടെ പോയവൻ? ഒരു മോണോ ആക്ടുകാരൻ കാണാനില്ല. മോണോ ആക്ടുകാരൻ പോയി. ഒരു മോണോ ആക്ടുകാരൻ വന്നിട്ട് പഴയ മോണോ ആക്ടാണ് പ്രതിഭ എന്നൊക്കെ പറഞ്ഞത്. കാണുന്നില്ല. പോട്ടെ. ചേട്ടാ എവിടെ നേട്ടാ? തിരുവനന്തപുരത്തുള്ള ഒന്ന് കാണാൻ വേണ്ടി വന്നാ? ഒന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വന്നാ? ഏതാ ഇഷ്ടപ്പെട്ട ഇവന്റ്? നാടൻ പാട്ടാണ് ഏറ്റവും ഇഷ്ടം. ആളെ തൃശ്ശൂരാണോ കണ്ണൂരാണോ ജയിക്കുന്നത്? എവിടെ? തൃശ്ശൂരാണോ കണ്ണൂരാണോ ജയിക്കുക? കണ്ണൂർ ജയിക്കാൻ സാധ്യതയുണ്ട്. ആണോ? ഓ, കട്ടക്ക് ഇഞ്ചോടിഞ്ചാ. ആകെ 2 പോയിന്റ് വ്യത്യാസമുള്ളൂ. അതാണ് പറഞ്ഞത്. എവിടുന്നാ? കോൽക്കളി. പാണക്കാട്. മലപ്പുറം. DVHS പാണക്കാട്, മലപ്പുറം. ഈ കോൽക്കളി കുറച്ച് അപകടം പിടിച്ച കളിയാണോ? അല്ലല്ലേ? അപകടം പിടിച്ചതാണ്, പക്ഷെ നല്ല കഠിനമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കലയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ അവിടുത്തെ ഫ്ലവേഴ്സ് ഫാമിലി മെമ്പറായ 2 പേരെ കാണാൻ പറ്റി. അവർ മത്സരിക്കാൻ വന്നവരാണ്. അപ്പോൾ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി അവരെ കൊണ്ട് വിളിക്കുകയാണ്. ശ്രേയ ശ്രീകുമാർ, സിദ്ദിനാൻ താജ്. വാ. ഹായ്. ഹലോ. ഇവിടെ ഏതൊക്കെ മത്സരത്തിലുള്ള ഇവിടെ ഉള്ളത്? ഞാൻ ശാസ്ത്രീയ സംഗീതത്തിനുണ്ടായിരുന്നു. ഗ്രൂപ്പ് സോങ് തിരുവാതിര. എല്ലാം കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. എല്ലാ ഗ്രേഡ് ഉണ്ട്. 3 ഗ്രേഡ്. പൊളി. നീയോ? ഞാൻ ഉറുദു ഗസലും പിന്നെ മാപ്പിളപ്പാട്ടും പിന്നെ ലൈറ്റ് മ്യൂസിക് ഉണ്ടായിരുന്നു. 3 ഗ്രേഡ്. അപ്പോൾ കൺഗ്രാറ്റ്സ്. താങ്ക് യു. 3 ഗ്രേഡ്. അപ്പോൾ ഏത് പാട്ടാണ് പാടുന്നത് ഇപ്പോൾ? ഞങ്ങൾ ഇന്ന് കസ്തൂരി എന്റെ കസ്തൂരി എന്ന പാട്ട് പാടും. പൊളിക്കും. പാടങ്ങോട്ട്. പിന്നല്ല.
കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ. മച്ചാനെ പൊന്നു മച്ചാനെ നിന്തിരി മാറത്ത് പടരാൻ മോഹം. നീ പട്ടുടുത്ത് പൊട്ടുതൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ. മച്ചാനെ പൊന്നു മച്ചാനെ നിന്തിരി മാറത്ത് പടരാൻ മോഹം. എല്ലാരും ഒന്ന് കൈയടിക്കോ, ഒന്ന് കൈയടിക്കോ, കൈയടിക്കോ. ഓമന ചുണ്ടിലെ ചേലിൽ ഗോമാമ്പഴത്തുണ്ടു ഞാൻ കണ്ടു. കോമള കവിളിലെ ചോപ്പിൽ കാട്ടുതക്കാളി ചന്തവും കണ്ടു. നിന്റെ ഈ പുന്നാര വാക്കിൽ മയങ്ങിലൂറു മുത്തമിട്ടണയ്ക്കുവാൻ ദാഹം. മാരനായി നീ വരും നേരമാ കൈകളിൽ പച്ചകുത്തുപോലെ ചേർത്തുറങ്ങണം. നീ കുളിർ കോരി എന്നെ ഒന്നുണർത്തി വച്ചതെന്തിനെന്റെ മച്ചാനെ പൊന്നു മച്ചാനെ നിൻവിരി മാറത്ത് പടരാൻ മോഹം. കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ. താങ്ക് യു. ഗംഭീരം. അപ്പൊ ഇനി ഒരു വട്ടം പാടത്തില്ലേ? ഉറപ്പായിട്ടും പാടും. ഒന്നുകൂടെ ഏതാ പടം പോകുന്നത്? നമുക്ക് അടുത്തൊരു അടിച്ചുപൊളി പാട്ട്, എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ പറ്റിയൊരു പാട്ട്. ഓക്കെ. ആ പഠി തുടങ്ങി പാടും. എപ്പോഴാ? ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പാടാം. പോട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് കുടുംബാംഗങ്ങളാണ്. അപ്പോൾ ഫ്ലവേഴ്സ് കുടുംബാംഗങ്ങൾ ഇവിടെ അവർ 3 പേരും 3 ഇവന്റിൽ പങ്കെടുത്തു. 3 ഇവന്റിനും 3 A+ ആണ്. 3 പേർക്ക് 3 A+ ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇവന്റുകൾ ഇനി ബാക്കിയാണ്. എവിടുന്നാ വരുന്നത്? പൂജപ്പുര കേട്ടില്ല? പൂജപ്പുര. പാട്ട് കേൾക്കുക, ഡാൻസ് കാണുക, അത് തന്നെ ഇഷ്ടം. കലാസ്വാദകൻ. പിന്നല്ല. നമസ്കാരമുണ്ട്. നെടുമങ്ങാട് നെടുമങ്ങാട് എന്താ വന്നേ? കരയൊക്കെ കാണാൻ വേണ്ടി വന്നത്. പാട്ട് കേൾക്കുക, അതെല്ലാം കണ്ട് ആസ്വദിച്ചു പോവുക. പാട്ട് പാടൂ? പാട്ട് പാടൂല. പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം ആണല്ലേ? ഓക്കെ. പേരെന്തുവാടാ? പേരെന്തുവാ? പാട്ട് പാടൂ. അവൻ നാണം. അതെ എടാ, ഇതിന്റെ ഒരു പരിപാടി, ഇതിന്റെ ഒരു പ്രാക്ടീസ് അങ്ങനെ പറഞ്ഞാ. പ്രാക്ടീസ് നല്ല പ്രാക്ടീസ് വേണം. ഇന്നലെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂല. എത്ര നാൾ പ്രാക്ടീസ് വേണം അറിയോ? ഞങ്ങള് 6 മാസത്തോളം പ്രാക്ടീസ് വേണം. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഇവിടെ പിന്നെയും ഒന്നിന് പിന്നാലെ ഒന്നാണ് നമ്മുടെ പ്രതിഭകളുടെ പുതിയ എന്താണ് കലാവിരുന്നുകൾ വരികയാണ്. പഴയ നൃത്തം ഇതിന് ഇവന്റ് കഴിഞ്ഞായിരുന്നോ? അപ്പൊ എന്താ അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ ഇക്കുറി കലോത്സവം ചരിത്രത്തിലേക്ക് ഇടം പിടിക്കുന്ന ഇത്തരത്തിലുള്ള എന്താണ് ഗോത്ര സംസ്കൃതിയെ കൂടി തൊട്ടുണർത്തുന്ന കലാരൂപങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായുള്ള ഒരു പളിയ നൃത്തം പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നു അല്ലേ? തുടങ്ങിയോ? அது கண்ணாடிச்சு
ഗംഭീരം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 5 നൃത്ത ഇനങ്ങൾ, അതിലൊന്ന് മംഗലംകളി അടക്കം എന്താണ് പേര് പറഞ്ഞു കൊടുക്കാവോ? സംഭവം എന്താ പറഞ്ഞു കൊടുക്കാവോ? അറിയാവോ? പളിയ നൃത്തം എന്താണെന്ന് അറിയോ? പളിയ നൃത്തം ഒരു ഗോത്രവർഗക്കാരുടെ ഡാൻസ് ആണ്, ഒരു നൃത്തമാണ്. ഇത് കലോത്സവത്തിൽ ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ട് വരുവാണോ? അതറിയാവോ? അറിയാം. അവർ ഡാൻസുകൾ ക്ഷീണിച്ച് നിൽക്കുക. നമുക്ക് ഇവിടെ ചോദിക്കാം. പാട്ട് പാടിയായിരുന്നു. ഈ പളിയ നൃത്തം എന്താ പറഞ്ഞോ? പളിയ നൃത്തം എന്താ പറയാ, ഇടുക്കി ജില്ലയിലെ കുമ്മിളിയിൽ അധിവസിക്കുന്ന ഗോത്ര വിഭാഗത്തിന്റെ ഒരു കലാരൂപമാണ്. ഇതാരാ പഠിപ്പിച്ചേ? ഞങ്ങളെ മിസ് മഞ്ജു മിസ്. എത്ര നാൾ പഠിച്ചു? ഇപ്പൊ ഈ പാട്ടിന് അർത്ഥമൊക്കെ അറിഞ്ഞു പഠിച്ചു? അർത്ഥം അല്ല, നമ്മള് പാട്ട് കേട്ട് അങ്ങനെ പഠിച്ചെടുത്താണ്. പാട്ടൊക്കെ ആരാ ടീച്ചർ കൊടുക്കുന്ന? ആരാന്ന് അറിയാവോ? അല്ല, നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, അപ്പൊ അത് കേട്ട് അങ്ങനെ നമ്മൾ എഴുതിയെടുത്ത് അങ്ങനെ പഠിച്ച്. അടുത്ത വർഷം എന്തായാലും വരും. പ്ലസ് 1 ആണോ? അല്ല, 10ാം ക്ലാസ്. അപ്പൊ 2 വർഷം സമയം വരും. അപ്പൊ അടുത്ത വർഷം എന്തായാലും പറഞ്ഞു അല്ലേ? വരും. അപ്പൊ നിങ്ങളെല്ലാം ഒരു സ്കൂളിൽ പോകണം. അല്ല, ഞാൻ 9th, എനിക്ക് 10th വരാം. അപ്പൊ വരാം. അപ്പോൾ പളിയ നൃത്തം എന്ന് പറയുന്ന നൃത്തം നേരത്തെ പറയുന്നത് പോലെ ഈ പറയുന്ന ഗോത്ര സംസ്കൃതി അല്ലെങ്കിൽ മൺമറഞ്ഞു കിടക്കുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള പ്രാദേശികമായ കലാരൂപങ്ങൾ നമുക്കൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ആ കലാരൂപങ്ങൾ ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നതും ഇക്കുറി എന്താണ്, ഇക്കുറി ഇത് ചരിത്രമാകുന്ന ഒരു ഐതിഹാസിക ഒരു സ്കൂൾ കലോത്സവമാവുകയാണ്. വീണ്ടും വരുന്നു ശ്രേയ ശ്രീകുമാർ അല്ലേ? വീണ്ടും വന്നു. അപ്പോൾ ഇപ്പോൾ പാടാൻ പോകുന്ന പാട്ട് ഗുലേബ. തുടങ്ങിയോ? നമുക്ക് സെറ്റ് ആക്കാം. എല്ലാവരും നല്ല പവറിൽ നിൽക്കണം. പവർ നിൽക്കാം. പഠിക്കോ. കട്ടക്ക് നിൽക്കാം. എല്ലാരും ഇപ്പൊ സപ്പോർട്ട് ചെയ്യില്ലേ? എല്ലാരും കൈയടിച്ച് ഡാൻസ് കളിക്കോ? തിരുവനന്തപുരംകാരുടെ പവർ ഒന്ന് കാണിക്കോ? ഒരു ഉഷാറായിട്ടൊരു കൈയ്യടി വരുമോ? കൈയ്യടി പോരാട്ടോ. Sokama, hey jolly illo jum kada tama, hey mama, banama poi party pannalama. Sokama, hey sina boru gana padalama. Divama, ada ane night road tama. Dakil block vach songuma. Dakil tirpi potu vanguma. Dakil yeriyandan tanguma. Jolly illo jingana tama. ഗുലേബ കുറച്ചുകൂടി ഉഷാറായിട്ട് കൈയ്യടി വരുമോ? ഗുലേബ. Sokama, hey jolly illo jum kada tama. Hey mama, banama poi party pannalama. Sokama, hey sina oru gana padalama. Divama, ad all night rose tama. Ayo ba. എല്ലാരും വാ, കേറി വാ. എല്ലാരും കൈയടിച്ചേ. എല്ലാവരും കൈയ്യടി വരുമോ? விக்கல் வந்தா தண்ணியை குடிச்சுக்குமா. சிக்கல் வந்தா ஓரமா கொத்திக்குமா. விக்கல் வந்தா தண்ணியை குடிச்சுக்குமா. சிக்கல் வந்தா ஓரமா கொத்திக்குமா. மாமா சீட்டா லோலிட்டா வாசாண்டாலம்மா வாழலாமா ஸ்மார்ட்டா கம்மிட்டா. நீ அங்க இருக்கு காட்டு ஒரு டாட்டா ரிப்பீட்டா. நீ லவ்வா கொஞ்சம் ஷேர் பண்ணு நீட்டா சுவிட்டா. நீ ஏறி அங்கே நீதான் மிட்டா. குகுலு பண்ண சிக்காடி என் தேருமா. டக்குலு கப்பில ராக்கெட் தக்கற ஹைடன் சிக்கு ஆடுமா. பப்பிள் கம்மா போடிமா. ஜோலிலோ ஜிங்கானத்தமா. குலேபா.
ஏ விக்கல் 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 வந்தா தண்ணியை குடிச்சுக்குமா சிக்கல் 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 வந்தா ஓரமா கொத்திக்குமா ஏ விக்கல் 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 வந்தா தண்ணியை குடிச்சுக்குமா சிக்கல் 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 வந்தா ஓரமா கொத்திக்குமா சோகாமா ஹே ஜாலி இல்லாத மக்கானா தாமா ஹே மாமா பனாமா போய் பாட்டி பண்ணலாமா சோகாமா ஹே சீனா ஒரு கானா படலாமா நீ வாமா அட அழு லட்டு ரோசு கம்மா விக்கல் 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 வந்தா தண்ணி குடிச்சுக்குமா சிக்கல் 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 வந்தா ஓரமா குடிச்சுக்குமா ஏ விக்கல் 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 வந்தா தண்ணி குடிச்சுக்குமா சிக்கல் 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 வந்தா ஓரமா குடிச்சுக்குமா விக்கல் 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 வந்தா தண்ணியை குடிச்சுக்குமா சிக்கல் 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 வந்தா ஓரமா ஊத்திக்குமா விக்கல் 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 வந்தா தண்ணியை குடிச்சுக்குமா சிக்கல் 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 வந்தா ஓரமா ஊத்திக்குமா അടിപൊളിയായിരുന്നു കേട്ടോ. ചേട്ടാ പേരെന്താ? ഡോക്ടർ ചിറ്റൂർ ബാബു, കേട്ടില്ല. ഡോക്ടറേറ്റ് ഇൻ ഭരതനാട്യം. യാ. പേര് ചിറ്റൂർ ബാബു. പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്ന ഇവിടെ കുട്ടികളെ പങ്കെടുപ്പിക്കാനായിട്ട് വന്നതാണ്. എനിക്കൊരു സ്പേസ് തരികയാണെങ്കിൽ ഇവിടെ ഇപ്പൊ എല്ലാവരും നിന്ന് സന്തോഷിക്കുന്നുണ്ട്. ഇവിടെ സങ്കടപ്പെടുന്ന കുട്ടികള് പാലക്കാട് ജില്ലയിൽ നിന്നും എല്ലാ ജില്ലകളിലും നിയമക്കുരുക്കുകൾക്ക് അതീതമായിട്ട് പല കുട്ടികളും ഇവിടെ വന്നിട്ടില്ല. അവരെ ദുഃഖം പറയാനൊരു സ്പേസ് തരികയാണെങ്കിൽ ഞാനത് വിളിച്ച് പറയാൻ അല്ല, ഒരു കുട്ടിയല്ല, നിരവധി കുട്ടികൾ. അതൊന്ന് എന്നെ പരിശീലനം അധ്യാപനം പരിശീലകനാണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ കലോത്സവത്തിലേക്ക് വന്ന കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിനൊപ്പം തന്നെ വരാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുടെ വേദന കൂടി ഉണ്ട്. അത് പറയാം ചേട്ടൻ. ഇവിടെ അടുത്ത് നമ്മുടെ കലാരൂപം ഇവിടെ സെറ്റാണ്. ഓക്കെ, അടുത്ത ഗ്രൂപ്പ് ഡാൻസിലേക്ക് നമുക്ക് പോകാം. പടേന്ന് ഡമക്കൻ പടക്കൻ ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിയോ? മാനവകുലത്തിൽ നിന്നുത്ഭവിച്ചു അതു മർത്യന്റെ സിരയിൽ പടർന്നു കേറി ദുരമൂത്തു വെറിമൂത്തു കോപം മൂത്തതാ ഭൂമിയുടെ മാറും പിളർന്നെടുത്തു. മനുഷ്യജന്മത്തിന്റെ ഉദ്ഭവം മുതൽ അവന്റെ നാശത്തിനുള്ള കാരണവും ഉദ്ഭവിച്ചു. മാനവ ദുഃഖത്തിനും ദുരിതത്തിനും ഒരേ ഒരു കാരണം. കലികൊണ്ട കലികാലം കനലായി എരിയുന്നു മർത്യന്റെ ഉള്ളിലെ തീരാപ്പക. അത് ചുടലപ്പറമ്പിലെ ചിത കത്തിയെരിയാതെ ഇന്നും പരമ്പരകൾ പടരും പക. നിനിസ നിനിസ സ ഗ ഗ മ ഗ സ ദൂരെ ദൂരെ നീലഹിമശൈല പർവ്വതം വാണിടുന്നു അവൻ കൈലാസനാഥൻ. അവനോടായുള്ള പ്രണയം ഉണർത്തവൾ ദക്ഷപുത്രി, അവൾ ദേവി സതി. വൈരാഗിയോടുള്ള അനുരാഗമോ അത് ദക്ഷന്റെ ഉള്ളിൽ എരിഞ്ഞു പക. ആ പക കൊണ്ടു തീർത്തവൻ സോമയാഗം. ത്രിനേത്രം തുറന്നവൻ, ജഡനാരടർത്തവൻ, ഉടലെടുത്തു കാലഭൈരവനവൻ. ഉദിക്കുന്നതാ ദക്ഷയാഗശാല, കൊയ്യുന്നു ഭൈരവൻ ദക്ഷശിരസ്. ഇത് പകയില്ലെരിഞ്ഞൊരാ ദിവ്യ പ്രണയം, ദുരഭിമാനത്തിലെരിയുന്ന പ്രണയം. ഓ ഗംഭീരം. സൂപ്പർ. ഏത് സ്കൂളാ? ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പണിക്കൻകുടി. ഇല്ല, ആ കാലഭൈരവന്റെ കാര്യമൊക്കെ പേടി വന്നിട്ടുണ്ടോ? അത്
പറഞ്ഞു. ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസ് പക എന്നുള്ള തീമിനെ കുറിച്ചാണ്. പകയാണ് തീം. ആരാ പഠിപ്പിച്ചേ? അനന്ത് മാഷ്. അപ്പൊ ഇപ്പൊ സമൂഹത്തിൽ പകയും വെട്ടും കൊത്തും കൊലപാതകങ്ങൾ എല്ലാം കൂടി ആയപ്പം പുരാണം തൊട്ട് ഇതുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്ത് ഒരു തീമായിട്ട് നമ്മൾ പക ഇറക്കി. പുരാണം തൊട്ട് ഇതുവരെ ഉണ്ടായ പകയിലെറിഞ്ഞ ഒരുപാട് ജീവനുകളുടെ കഥയാണ് ഈ ഗ്രൂപ്പ് ഡാൻസ്. അപ്പൊ പകയ്ക്ക് കാലാകാലങ്ങളിലുള്ള ചരിത്രം പറയാ നിങ്ങൾ അല്ലേ? അതെ സൂപ്പറായി മക്കളെ, സൂപ്പറായി. അപ്പൊ അടുത്ത എ ഗ്രേഡ് കിട്ടിയോ? കിട്ടും, പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രതീക്ഷിക്കാം. പറയുന്നുണ്ട് ഹാഷ്മി പോയ ഭാഗം മൊത്തം ഇളക്കി മറിക്കുന്നുണ്ട്. നമ്മളെ പാടത്തേക്ക് 2 ദിവസം വരുമ്പോൾ ഹാഷ്മി നെൽകൃഷി തുടങ്ങാനായി ഒന്ന് ഇളക്കിയിട്ട് പോക്കാനാ പറയുന്നത്. ഭൈരവാ. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ കല നനഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. കലയുടെ നിലാവായിരുന്നു ഇന്ന് പകൽ മൊത്തം. അതായത് രാത്രിയും കലാനിലാവാണ്. ഇവിടെ പൂഴിവാടിയിട്ടാൽ താഴെ വീഴാത്ത രീതിയിൽ ഇവിടെ തിരുവനന്തപുരത്തുകാർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ മലയാളത്തിൻ്റെ സർഗ്ഗപ്രതിഭകൾക്ക് എല്ലാവിധ പ്രോത്സാഹനം നൽകുകയാണ്. നമ്മൾ അടുത്തൊരു നാടൻ പാട്ടിലേക്കാണ് പോകുന്നത്. ഏതാ സ്കൂള്? രാവണീശ്വരം, കാസർഗോഡ്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? കാട്ടുനായ്ക്കരുതോ തോട്ടിയാട്ടപ്പാട്ട്. ഒന്നും കേട്ടില്ല. കാട്ടുനായ്ക്കരുടെ തോട്ടിയാട്ടപ്പാട്ട്, നാടൻ പാട്ട്. അപ്പൊ ഗംഭീരമാക്കി കേട്ടോ. ഓക്കെ, പൊളിച്ചോ. സൂപ്പർ. പാട്ട് പഠിപ്പിച്ചാരാ? പാട്ട് പഠിപ്പിച്ചേ? രവി. എവിടെ പുള്ളി? എവിടെ? കാസർഗോഡ്. വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. സംഭവം സൂപ്പറായി അല്ലേ? ഇതെന്താ സാധനം? ഗുരുടെ. ഓക്കെ. അപ്പൊ ഇത് എത്ര നാൾ പഠിച്ചു? 2 മാസം. 2 മാസം കൊണ്ട് പഠിച്ചെടുത്തു. അപ്പൊ നിങ്ങളിപ്പോ +2 അതോ 9ാം ക്ലാസ്? 9. 8. അപ്പൊ 2-3 വർഷം കൂടെ വരാൻ പറ്റും. അപ്പൊ 2-3 വർഷം കൂടെ വീണ്ടും സംസ്ഥാനം വരും. ഉറപ്പല്ലേ? വരും. ഉറപ്പാ? ഇത് എ ഗ്രേഡ് കിട്ടിയോ? റിസൾട്ട് വന്നു. എ ഗ്രേഡ് കിട്ടി. എ ഗ്രേഡ് പൊളിച്ചു. അപ്പൊ കൺഗ്രാറ്റ്സ്. അപ്പൊ ഇതാണെങ്കിൽ ഈ പാട്ടിന്റെ വരവെങ്ങനാ? അറിയോ? തോട്ടിയാട്ട് പാട്ടാണത്. അത് വയനാട്ടിലെ കാട്ടുനായ്ക്കരുടെ പാട്ടാണത്. അത് ഇത്തവണ അങ്ങനെ ഈ നമ്മുടെ ഈ ഗോത്ര സംസ്കാരത്തിന് കൊണ്ടുവരാൻ കൂടുതലായിട്ട് ഉണ്ടല്ലോ. അപ്പൊ അത് നല്ലൊരു നീക്കമല്ലേ? ഗംഭീരമായി. ഗുരു ഉണ്ടായി, രവി വാണിയമ്പാറ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഗുരു ഉണ്ടായി. ഗുരുവിന്റെ ശിക്ഷണത്തിലാണ് ഇവര് പാടി. ഓക്കെ. ചേട്ടാ നമസ്കാരം. എന്തുണ്ട്? ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ഇന്നലെ ഗംഭീരമാക്കി. അപ്പൊ ഇന്ന് പുതിയ സ്റ്റെപ്പ് വല്ലതും ഉണ്ടോ? സ്റ്റെപ്പ് ഇന്നില്ല, നാളെയാ. സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകുന്നില്ല കണ്ണൂരേക്ക്? ഉറപ്പാ? കണ്ണൂരിൽ നിന്ന് വന്നല്ല ഞാൻ. ഇവിടെ തൃശ്ശൂരും കണ്ണൂർ ഇഞ്ചോടിഞ്ചാ പോരാട്ടം. ഒന്നുമില്ല, അത് കണ്ണൂര് വരും. ഉറപ്പാണ്? പിന്നെന്താ, 2 പോയിന്റ് ഡിഫറൻസേ ഉള്ളൂ. അത് കേറി വരും കണ്ണൂര്. ഉറപ്പാ? പിന്നെ ഒരു പാട്ട് വെക്കാം.
2 ഡാൻസ് പിടി, ഞാനും വരാന്ന്, ഞാനും കൂടാന്ന്. അല്ല, ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നു. ചേട്ടന്റെ ഡാൻസിന് വേണ്ടി ചേട്ടൻ ഡാൻസ് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കും. അതുകൊണ്ടാണ് കുഴപ്പമുണ്ട്. ഡാൻസ് കളിച്ചിട്ട് വിടുള്ളൂ. ഒരു ബ്രേക്ക് കഴിഞ്ഞ് വരാം, അപ്പോഴത്തേക്ക് ഒരു ഡാൻസ് സെറ്റ് ആക്കാം നമുക്ക്. എന്താ പറയുന്നത്? അപ്പോ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. വിണ്ണിലോ താരകം, മണ്ണിലോ ആരവം, നെഞ്ചിലോ ബാൻഡടിയോ. മാറാകെ പകലിടമൊരു മെഴുതിരി വിടുതിരി ജലകളിലൊഴുകുന്നു ഊരാകെ പല വഴികളിലെ വകകളിൽ ഒരു ചിരിക്കപ്പെട്ടു ഉള്ളാകെ പുതുക്കണ ഒളിച്ചു തന്ന ചെറുപ്പതയുടെ മരവിധരാവാനേ നേരാനേ പട്ട പമ്പൻ തങ്കീത്താ. ഡാൻസ് പഠിച്ചാണോ? പഠിച്ചിട്ടൊന്നുമില്ല, കണ്ടുപഠിച്ച് ആണല്ലേ? സൂപ്പർ, ഗംഭീരം, സൂപ്പർ, കണ്ടുപഠിച്ച്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്, വേദിയിൽ മാത്രമല്ല ഇവിടെ നിൽക്കുന്ന എല്ലാവരും പ്രതിഭകളാണ്. അതിൽ പ്രതിഭയാണ് ഈ ചേട്ടൻ. അപ്പൊ നമ്മൾ തിരികെ എത്താൻ കുറെ അധികം പ്രതിഭകൾ ഇനിയും ബാക്കിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാളെ ഒറ്റ ദിവസം മാത്രമാണ് ബാക്കി. കലയുടെ 4 ദിവസങ്ങൾ, കലയുടെ 4 മഹനീയമായ ദിവസങ്ങൾ പൂർണ്ണമാവുകയാണ്. ഇനി ആരെങ്കിലും തിരുവനന്തപുരത്തുകാരോ മറ്റാരെങ്കിലും കലോത്സവത്തിന്റെ വൈബ് അറിയാൻ ബാക്കിയുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അവരെ ഈ കലോത്സവ നഗരിയിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഇതിന്റെ വൈബ് അറിയാത്തവർ വൈബ് അറിഞ്ഞേ പറ്റൂ. കാരണം അത് TV കൂടെ കേട്ടാൽ മനസ്സിലാവും. ഇവിടെ ഒന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാവും. അല്ലേ? ഇവിടെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഗംഭീരല്ലേ? അടിപൊളി. നേരിട്ട് കാണണം, അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് കാണണം, നേരിട്ട് കാണണം. പാട്ട് പാടൂ? ഇല്ല, പാടത്തില്ല. പാട്ട് പാടൂ? പാടില്ല. പാട് പാടൂ. ആരാ പാട്ട് പാട്ട്? ആര് പാടോട്? ആരാ പാട്? ആ പാട്. പാടോട് ഒന്നും ആലോചിക്കണ്ട, പാടിക്കോ. ഏതേലും പാട്ട് പറയേ? ഒരു ഊളപ്പാട്ടാ. ഉച്ചക്കത്തെ പാറോതി 12 അപ്പം ചുട്ടോടി, എനിക്കൊരെണ്ണം തന്നോടി, ഞാൻ ചുടുമ്പോ തിന്നാടി. ഉച്ചക്കത്തെ പാറോതി 12 അപ്പം ചുട്ടോടി, എനിക്കൊരെണ്ണം തന്നോടി, ഞാൻ വരുമ്പോ തിന്നാടി. അതെവിടെ? പാടും ഉറപ്പാട് ഇവിടെ രണ്ടുപേരും ആണല്ലേ? ഒരു ചെറിയ സാധനം കീച്ചോട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിയോ മച്ചാനാണ്. ഇവിടെ ഒരുപാട് സെലിബ്രിറ്റികളുണ്ട്. നെസ്ലിം ബ്രോ, സുഖല്ലേ ബ്രോ? എന്ത് പണ്ടാറുണവൻ, ഒരുമാതിരി ജാടിയും ചെന്നപ്പോ തന്നെ 5 ഡയലോഗും. എനിക്കാണെങ്കിൽ ആകെ വിശന്നിട്ട്. ഫിറോസ് അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കണ്ടാ. അപ്പം പ്രൊടി നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആണ്. സംഭവം അടിപൊളിട്ടാ. റിയാസ് ഖാൻ, സംഭവം എങ്ങനെയുണ്ട്? കള്ളോ കപ്പേ കരിമീനെ കൊഞ്ചോ എന്താച്ചാ കൊടുക്ക്. ഫുൾ ചെലവ് എന്റെ വക. എല്ലാരും അടിച്ചു കയറി വാ. വിനയ് ഫോർട്ട്, എല്ലാരും അടിച്ചു കയറി വരട്ടെ. ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ. അന്നമ്പനതള്ളു ഭയങ്കര പവർഫുൾ ആണ്. അണ്ണൻ പണ്ട് ജ്യൂസ് അടിച്ചോണ്ടിരിക്കുന്നു. അണ്ണൻ ചാടി തോളത്ത് കൂടെ ചവിട്ടി ജമ്മെടുത്തവനെ തോളത്ത് കുത്തി കൊന്ന്. അണ്ണൻ പറ്റി 13ാമത്തെ മച്ചാനെ ഒന്ന് നിർത്തണ്ട. എന്ത് തള്ളാണ് എന്റെ ശ്രദ്ധിക്കാൻ പാനെ. പൊളി ഗംഭീരം. സൂപ്പർ. അപ്പൊ നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ ശ്രേയക്കുട്ടിയെ വിളിക്കുകയാണ്. ശ്രേയകുമാർ അല്ലല്ലോ ശ്രേയ. അവിടെ വരുന്നു നമ്മുടെ ഫ്ലവേഴ്സ്. സിദ്ധാൻ താജ്, വെൽക്കം. ഏത് പാട്ടാ? നമ്മള് ഒരു കൊല്ലം പൊന്നുപോകും അവസാനത്തെ പാട്ടാണ്. അപ്പൊ എല്ലാരും നല്ല എനർജി ആഴ്ചയോട് പൊളിക്കും. ഒന്നും ആലോചിക്കണ്ട. പിന്നല്ല, എല്ലാരും നല്ല ഉഷാറായിട്ട്. ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ പവർ ഇപ്രാവശ്യം നമ്മൾ അടിപൊളിയാക്കും. ഓക്കെ,
ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കുക്കു 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 കണി കാണാ കുന്നിൽ മിന്നും തിരുകോടി പാവും കുക്കു 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 പടകാളി പെണ്ണെ നിന്നെ മണിമയിൽ ചാർത്തിയിടാം തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം കുക്കു 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 ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ മിന്നും തിരുകോടി പാവും. എല്ലാരും ഉഷാറായിട്ട് കൈയടിച്ചേ. ഓരില താളി ഞാൻ തേച്ചു തരാം നിന്റെ തളിർമേനിയാകെ ഞാൻ ഓമനിക്കാം ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം നിന്റെ തുടുനെറ്റി പൂവിലൊരുമ്മ വെക്കാം അരയിലാടുന്ന